ഗൈസ് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഫുഡ് ചാലഞ്ച് ഒക്കെ ഇഷ്ടമാണെന്നാണ്. അപ്പോൾ ഒരു ഫുഡ് ചാലഞ്ചും കൂടി. ഇന്ന് ഫാസ്റ്റ് ഫുഡ് ചാലഞ്ചാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന KFCയുടെ ഫുൾ മെനു നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് 10,000 രൂപ വരും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ വീഡിയോ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഫുള്ളൊക്കെ കഴിക്കാൻ പറ്റത്തില്ല, 10,000 കിട്ടത്തില്ല. അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ പകുതി കഴിച്ചാൽ ഞാൻ 5,000 തരും. പകുതി കഴിച്ചില്ലെങ്കിൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നിങ്ങൾ എനിക്ക് 2,000 രൂപ തരേണ്ടി വരും. എൻ്റെ നിന്ന് പൈസ മേടിക്കാൻ പറ്റില്ല, നിങ്ങളുടെ നിന്ന് പൈസ മേടിക്കും. ഇപ്രാവശ്യം ഏറ്റവും കിടിലൻ പയ്യനാണ് എനിക്ക് വേണ്ടത്. പയ്യത്തിയാ എന്നാലും കുഴപ്പമില്ല. വീഡിയോ വരുന്നതാ, സബ്സ്ക്രൈബറുമാണ്. ഞാൻ കണ്ടത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താണ് പുറകെ നടന്നു വരിക കേട്ടോ. എനിക്ക് പരിചയം പോലും ഇല്ല. ബ്രോയുടെ പേര് സബ്സ്ക്രൈബറാണെന്ന് കാണിച്ച്. സബ്സ്ക്രൈബറാണ്. ഫുഡ് കഴിക്കാൻ എങ്ങനെയാ? ഫുഡ് എന്താണ് ഇങ്ങനെ പറയരുത്, ശരിയല്ല ചേട്ടാ. നമുക്കിനി സബ്സ്ക്രൈബർ ഒറ്റടിക്ക് കിട്ടി. നമുക്കിനി ആരെങ്കിലും സബ്സ്ക്രൈബർ ആയിരിക്കണം, പക്ഷേ വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം വേണം. വേറൊരാളും കൂടി കിട്ടി എനിക്ക്. സബ്സ്ക്രൈബറാണോ? സബ്സ്ക്രൈബറാണ്. കാണിക്കോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. KFCയുടെ ഫുൾ മെനു കഴിച്ചാൽ ഞാൻ 10,000 രൂപ തരാം. പേടിക്കണ്ട, അത് ഫുൾ മെനു കഴിച്ചില്ല. പകുതി കഴിച്ചാലും ഞാൻ 5,000 രൂപ തരും കേട്ടാ. പകുതിയും കഴിച്ചില്ലെങ്കിൽ 2,000 രൂപ എനിക്ക് തരേണ്ടി വരും. ആ, അത്രേ ഉള്ളൂ. നോക്കുക ചേട്ടനാണ് ഓക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം നടക്കുറപ്പാ, നടക്കൂ. 2,000 തരേണ്ടി വരും കേട്ടാ. KFC പോവാം വാ. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ഫുൾ ഐറ്റം കഴിക്കണമെന്നാണ്. ഫുൾ മെനു കഴിച്ചാൽ 10,000 രൂപ. പിന്നെ ഇവിടെ എന്ത് 10,000 രൂപ വലിയ ഇവിടെ എത്രയാ ഫുൾ മെനുവിൻ്റെ റേറ്റ് എന്ന് അറിയത്തില്ല. അതും ബ്രോ പറഞ്ഞു തരും. ഫുള്ള് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം എത്ര രൂപ ആവുമെന്ന്. ഫുള്ള് മേടിച്ചാൽ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ പൊക്കത്തുള്ള മാത്രം നമുക്ക് മേടിക്കാം കേട്ടോ. ആദ്യം പൊക്കത്തായിട്ട് ഇപ്പം 3 ഉള്ളത്. 11 ഐറ്റം കണ്ട കോംബോ എല്ലാം ഇൻക്ലൂഡഡ്. അപ്പോൾ ഈ സൈഡിൽ 4 വന്നേ ചെറിയ ഐറ്റംസ് ഒക്കെ ഞാൻ ഉദ്ദേശിച്ച ഒരു ബക്കറ്റ്, അതിന്റെ പകുതി ഫുള്ള്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേട്ടാ. ബക്കറ്റിന്റെ പകുതി കഴിക്കുമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് വന്നേ കേട്ടാ. ഒരു ഫുൾ ബക്കറ്റ് മേടിച്ച് അതിന്റെ പകുതി കഴിക്കുമെന്ന്. ഞാൻ ഫുൾ മെനു എന്ന് പറഞ്ഞു. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. ഇവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും പ്ലീസ്. 5,000ന്റെ കാര്യം നമ്മൾ തോൽവി സമ്മതിക്കരുത്. ഇല്ല, മറ്റേ വലിയ ബക്കറ്റ് ആണെങ്കിൽ ഓക്കെ. ബക്കറ്റിന്റെ അകത്ത് ഒരു കൂടി പോയി ഒരു 10 പീസ്, അതിന്റെ അകത്തും 5 അതല്ല ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഫുൾ മെനു മേടിക്കലോ. അയ്യോ, 2 ട്രേ ഉണ്ട് കേട്ടാ. അവൻ തിന്നുമായിരിക്കും ഉറപ്പാ. അത്രയ്ക്ക് ആഹാരമില്ല, ഒട്ടുമില്ല. ഒരു ട്രേയും കൂടി ഉണ്ട്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്ന ഡയറ്റിലാണ് ബാക്കിയുള്ളവർക്ക് ഞാൻ ഫുഡ് മേടിച്ചെടുക്കും. ഇത് കഴിച്ചെന്ന് പറഞ്ഞ പൈസ കിട്ടത്തില്ല, ഇനിയും കഴിക്കേണ്ടി വരും. ഇത് കഴിക്കുമ്പോൾ തന്നെ വേറെ ഏറ്റവും ചെറിയ ഐറ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ചെറുതെന്ന് വലുതിലോട്ട്, ചെറിയ നമുക്ക് വലുതിലോട്ട് പോകാം. അതെ, എനിക്ക് വഴി വെച്ച് കുറെ കോൺഫിഡൻസ് തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. കുടിക്കാൻ 3 കൊക്കോല ഉണ്ട്. കൊക്കോലയാണ് പെപ്സിയാണ്. പെപ്സി ഫിനിഷ്. ആദ്യം തീർന്നു. രണ്ടാമത്തെ ഐറ്റത്തിലെത്തിരിക്കുക. ഇത് ഫുള്ള് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പെപ്സി ഒഴിച്ച് കഴിഞ്ഞാൽ 7 ഐറ്റം ഉണ്ട്. 7 ഐറ്റത്തിൽ നിന്ന് ആദ്യത്തെ കഴിച്ച് രണ്ടാമത്തെ കഴിക്കുക. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു ഫുൾ മെനു ആണ് കഴിക്കേണ്ടത്. ഈ ഫുൾ ബക്കറ്റിൽ നിന്ന് എവിടെ നിന്ന് കേട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. മോളസാണോ? പെട്ടെന്ന് കഴിച്ചാൽ അറിയത്തില്ല. ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യുമല്ലോ എന്തായാലും. നോക്കാന്നാ ബിരിയാണി 2,000 വരേണ്ടി വരും. അത് ഇന്നത്തെ തന്നെ വർക്കിന്റെ പൈസ. വർക്കിന്റെ പൈസയാണോ? ആ വർക്കിന്റെ കൂടി ഈ വർക്കും കൂടി ചെയ്തില്ലെങ്കിൽ ആ വർക്കിന്റെ പൈസ ഞാൻ ഉണ്ടോ കേട്ടാ. തീർന്ന ചിക്കൻ ബിരിയാണോ? അതെ, ചിക്കനോടുള്ള വെറുപ്പം മാറും. ഇതിപ്പോ എന്റെ വൈഫ് കണ്ടു കഴിഞ്ഞാലാണ് വിഷയം. അവളെ കൊണ്ട് വരാത്തോണ്ട് വൈഫിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം 5,000 രൂപ. അപ്പോൾ ഫുള്ളും കഴിച്ചു തരും. നിങ്ങൾക്ക് ഓരോ പീസ് എടുത്ത് കഴിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബിന് സൈഡിലായിട്ടൊരു ജോയിൻ ബട്ടണും ഉണ്ട്. അവിടെയും കയറി വേണം നിൽക്കുക. പൈസ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ എനിക്ക് കൊടുക്കുക. ചിലവ് എന്ത് ചെയ്യാം. നിങ്ങൾ തന്നാലും അതിനകത്ത് 40% യൂട്യൂബ് മേടിക്കും. എന്നാലും 59 രൂപയുടെ ജോയിൻ ബട്ടൺ നാട്ടുകാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് കൊടുക്കുന്ന ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. വയറിനറിയാൻ പോലും സമ്മതിക്കരുത്. പെട്ടെന്ന് കഴിച്ചില്ല. നല്ലൊരു സിമിലർ പേസിൽ കുറേ നേരമായിട്ട് പോകുന്നുണ്ട്. നടക്കായിരിക്കും. മറ്റേ കൈ കൂടി ഉപയോഗിച്ചെന്ന് ഇറങ്ങുക കളത്തിലോട്ട്. ശരിയാ, വെറുതെ ഒറ്റ കൈ വെച്ച് എന്തിനു മെനക്കെടുന്നു. ശ്രദ്ധിച്ചാലോ എന്നോർത്ത് വെച്ചാൽ ഇത് നോക്കത്തില്ല. 2 കൈ കൊണ്ട് അടുത്തതൊന്നും ടേസ്റ്റ് ഉണ്ട്. 4ാമത്തെ ഇനി 3 അവിടെ ഉണ്ട്. നമ്മൾ മറ്റേ സൈഡാണ് ഓർഡർ ചെയ്യുന്നത്. ഫുൾ ബക്കറ്റ് ആയിരുന്നു കേട്ടോ. ഓരോ ബക്കറ്റ് ഇവിടെ ഇരുന്നേനെ. ഇനി ഇങ്ങനത്തെ ഫുഡ് ചാലഞ്ച് ചെയ്യുക ഒരിക്കലും. അടുത്തത് എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. മുമ്പൊക്കെ പോയ സെറ്റാ. നീ കഴിച്ചു. 20 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടാ. ഒരു മണിക്കൂർ ഒന്നെങ്കിൽ പകുതി അല്ലെങ്കിൽ ഫുള്ള് കേട്ടല്ല. പകുതിയാ? അങ്ങനെ പറയും. നമ്മൾ ഫുള്ളിലോട്ട് പോകണം.
നമ്മൾ 1 മണിക്കൂർ ഫുള്ളും ട്രെയിൻ കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറയില്ല ഫുള്ള്. ഫസ്റ്റ് ടൈം വേണം നമുക്ക് പറയാം ഫുള്ളെന്ന് പറയാം. കഴിച്ചു കഴിഞ്ഞ് പറയത്തില്ല. തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫുള്ളെന്ന് പറയാം. നിർത്തി പോട്ടെ, ഇത്രേ ഉള്ളൂ. കുറച്ചൊരു കഴി ചിക്കൻ ഞാൻ തിന്നു. കഴിക്കുക. കമോൺ. ഓ, ഇത് 6ാമത്തെ ഐറ്റം. ഓഹോ, ബർഗർ. ബർഗർ ഉണ്ടാകത്ത് കൊള്ളാം. വിയർത്ത് തുടങ്ങിയല്ലോ. പിന്നെ ടേസ്റ്റ് ഉണ്ടായിട്ടും 10,000 രൂപ എടുക്കും വൈഫിന്. ഫുഡ് കഴിച്ച് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ. സ്പീഡ് കൂടി കിട്ടി. എന്ത് പറ്റി? വിശപ്പ് കൂടിയതാണ്. 1 മണിക്കൂർ സമയം കേട്ടാ. ഇപ്പം 1/2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. 1/2 മണിക്കൂർ പകുതി എങ്കിലും തിന്നണം. അല്ലെങ്കിൽ 2,000 രൂപ എനിക്ക്. 2,000 ഇല്ലതാനും കയ്യിൽ. അതെ, അതും കൂടി നമ്മൾ നോക്കണം. ടെൻഷൻ അടിക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഒക്കെ ഉണ്ട്, ചോറൊക്കെ കഴിച്ച് നമുക്ക് സെറ്റാണ്. കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ചെറിയ പെട്ടിക്ക് എത്ര കൂടുതൽ കഴിക്കണം. അത് ചെറിയ പെട്ടിയാണ്. ചെറിയ പെട്ടിയാണ്. ഇവിടെ ഫസ്റ്റ് പ്രോപ്പർ ബർഗറിലോട്ട് എത്തിയിട്ടുണ്ട്. നേരത്തെ ഏതോ ഒരു അവിഞ്ഞൊരു ബർഗർ ആയിരുന്നു. അതെ, കൊള്ളില്ല. ഇത് കൊള്ളാം. കഴിച്ചോ? എൻ്റെ അമ്മേ ചാവുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെയാ നോക്കണം. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒരു ഗുണമില്ല. എന്തായാലും കഴിക്കണം. നമ്മൾ ചെറുതെല്ലാം മേടിച്ചിന് വലുതേ ഉള്ളൂ. വല്ലാത്ത പണിയായി, 8 മണിയായി. ഈ 5,000 മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ വൈഫിനൊക്കെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നത്. എനിക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ അതുകൊണ്ട് എക്സ്ട്രാ 5 മിനിറ്റ് തരാൻ പോവാം. ബാറ്ററി ഇതുമായിട്ട് വലിയ ബന്ധമില്ല, എന്നാലും 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് 20 മിനിറ്റ് ഉണ്ട്. ബർഗർ ആണെന്ന് പോലും തോന്നത്തില്ല. നീ വൃത്തിയെ നോക്കിയിട്ട് കാര്യമില്ല, കഴിച്ച് തീർത്താൽ മതി. അവസാനത്തായിട്ട് ചോറും ചിക്കൻ്റെ കുറേ ഉണ്ടകൾ. പറയൂ, താഴ്ത്തുക എന്താ മേടിക്കേണ്ടത്? ബർഗറോ ചിക്കൻ്റെ ബക്കറ്റോ? ബക്കറ്റിൽ എത്ര പീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ പീസ് ഞാൻ എടുക്കാം. ചെറിയ എണ്ണം ഉള്ളത്. അപ്പോൾ 2 ബക്കറ്റാ? 2 ബക്കറ്റാ? അല്ലെങ്കിൽ ഒരു ബർഗറും ബക്കറ്റാ? അല്ലെങ്കിൽ ബക്കറ്റും ബക്കറ്റാ? അല്ലെങ്കിൽ ബർഗറും ബർഗറും? എന്ത് പറയുന്നത് മനസ്സിലല്ലേ? ബക്കറ്റ്. അവിടെ നമുക്ക് പോയി നോക്കിയിട്ട്. ലെഗ് കഴിക്കാൻ കുറച്ചുകൂടി സിമ്പിളാക്കി ലെഗ് മേടിച്ചു കൊടുക്കും. ആ ലെഗ് 4 5 പീസാണോ? 5 പീസ് കഴിക്കുവാണ്. അപ്പോൾ ഞാൻ 2 ബക്കറ്റ് മേടിച്ചിട്ടുണ്ട്. കൂടുതൽ പീസുള്ള മേടിച്ചില്ല, മീഡിയം ആയിട്ടുള്ളത്. ഇനി പൊക്കത്ത് പോയിട്ട് ഞാൻ പറയട്ടെ, ഒടുക്കത്തെ വലിയ പീസ് ബക്കറ്റ് മാത്രമേ ഉള്ളൂ, ചെറുതില്ലെന്ന്. വേണ്ടല്ലോ, എനിക്ക് തോന്നില്ല അതുകൊണ്ട് പറ്റുമെന്ന്. ഓൾറെഡി ഇപ്പോൾ ചോറ് തിന്നുകൊണ്ടിരിക്കുക. 15 മിനിറ്റ് ഉണ്ട്, നോക്കാം. ഞാൻ ബക്കറ്റ് എന്നാണ് പ്രതീക്ഷ, പക്ഷേ ഇത് ബോക്സ് കണക്കിരിക്കുന്നില്ല. ബക്കറ്റ് ഇവർ കൊടുക്കാറില്ലേ ഇപ്പം? എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചേ. ഇതിന് 8 പീസാണ് ഉള്ളത്, വലിയ ബോക്സ്. ഞാൻ 4 മേടിച്ചുള്ളൂ. ഇത് ചിക്കൻ സ്ട്രിപ്സ് 3 പീസ്, ഏറ്റവും ചെറുത്. ഇത് കിട്ടാവുന്നു. ഇനി 12 മിനിറ്റ് ആണ്. 12 മിനിറ്റ് ഇതെല്ലാം തീർത്താൽ 5,000 രൂപ. ഇത് തിക്കറി കഴിച്ച് ചോറ്. റൈസിന്റെ ഇതെന്ന് പറഞ്ഞാലേ ഭയങ്കര കുത്തത്. ഇത് നമുക്കിത് ഈ സ്ട്രിപ്സിൽ തുടങ്ങി. സ്ട്രിപ്സ് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്, അത് വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും. ഡിപ്പും മേടിച്ചിട്ടുണ്ട്. ഡിപ്പിനെയും വേണം മേടിച്ചിട്ട് വരാം. ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റോട്ടെ. എഴുന്നേറ്റ് എന്ത് വേണം ചെയ്തോ നമുക്ക് 5,000 രൂപ മേടിച്ചുകൊണ്ട് പോകാം. എൻ്റെ ഇത് കഴിക്കാൻ വരുന്നില്ലെങ്കിൽ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം കൂടി മേടിച്ചിട്ട് അത് കഴിച്ചാൽ മതി. അപ്പോൾ ചോറ് കഴിക്കണ്ട. എന്താ പറയുന്നത്? നമ്മുടെ ഈ 10 മിനിറ്റേ ഉള്ളൂ. ഇത് കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതിന് പറയുക ഡിസേർട്ട് മേടിച്ചിട്ടുണ്ട്. ഐസ്ക്രീം അല്ലേ കയറിക്കോളൂ. ഐസ്ക്രീം കേക്ക് ഞാൻ തന്നെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണമല്ലോ. ഐസ്ക്രീം കണക്ക് തണുത്തതാ? ചെറുതാണത്? ചോക്കോ മട്ടപ്പ തന്നെ. 8 മിനിറ്റേ ഉള്ളൂ. അവിടെ പൊക്കത്ത് വൈകാൻ കഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്നവൻ അവിടെ ഒരു കുറച്ച് സാധനം ഒളിപ്പിച്ച് വെച്ചാലും സാധനം തീർത്ത് തന്നാൽ മതി. എനിക്ക് വൈഫ് പ്രഗ്നൻ്റാണ്. വല്ല കാലിയായിട്ട് പോയി കഴിഞ്ഞാൽ അവർ തെറിയായിരിക്കും. 14 ഡിസൈൻ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 5,000 കിട്ടും. പെട്ടെന്ന് നോക്കും. സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് അത് തീർക്കണം. ഇതെന്തുവാണെന്ന് വെച്ചാൽ കേക്കാ, പൊടിയല്ല. കമോൺ, ലെറ്റ്സ് ഗോ. തീരാറായി. 4 മിനിറ്റ്. സ്പീഡ് കൂടുന്നതാ. ഒരു പീസേ ബാക്കിയുള്ളൂ. പയ്യൻ ബാത്റൂമിലോട്ട് പോയി 3 മിനിറ്റും ബാക്കിയുണ്ട്. ഒരു ചിക്കൻ പീസും ഇതും കൂടി ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കണം. വൈഫിൻ്റെ പ്രഗ്നൻസി ആണ്. വീട്ടിൽ പൈസ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. 2 മിനിറ്റ് ഉണ്ട്. ഒരു 5 മിനിറ്റ് കൊടുക്കാം. ഇത്രയും കഴിച്ചല്ലേ. പിന്നെ ഡെലിവറി ആകുവാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഭാഗത്ത് ഗിഫ്റ്റ് ഞാൻ മനസ്സ് തുറന്നു കൊടുക്കുന്നവനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജോയിൻ ബട്ടൺ നെക്കാൻ മറക്കരുത്. 59 രൂപയുള്ളൂ. ഉണ്ടെങ്കിൽ അത് നെക്കിയാൽ മതി. അല്ലെങ്കിൽ സൈഡിൽ സബ്സ്ക്രൈബ് എന്നുണ്ട്, അവിടെ നെക്കിക്കും. ഒരു ചിക്കനും ഈ ഡിസേർട്ടും മാത്രമേ ഉള്ളൂ. ഡിസേർട്ട് ഒന്നും കഴിച്ചേ കിട്ടില്ല. ടേസ്റ്റ് ഡിഫറൻസ് ആണ്. ചോക്ലേറ്റ്. 4 മിനിറ്റ്. പിന്നെ എങ്ങനെ ഇതെല്ലാം തിന്നിരുന്നു എനിക്ക് പോലും മനസ്സിലാവും. ഫൈനൽ ചിക്കൻ പീസ് 3 മിനിറ്റ് ഉണ്ട്. വാ കീറി കാണുമല്ലോ ചിലപ്പോൾ. ഇന്ന് ഇത്രയോടെ തീർന്ന 3 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിക്കൻ എന്താണ്? ചിക്കനുമായിട്ട് ഇത്രയും പോസിബിൾ ആണായിരുന്നു. ശരിയെന്ന്. KFCയുടെ ഫുൾ മെനു നമുക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷേ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഫാസ്റ്റ് ഫുഡിനാണ് നമ്മൾ ഫുൾ മെനു
വേറൊരാളുമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. എൻ്റെ സെയിം പ്രായമായിട്ട് ഞാൻ ചേട്ടൻ കിടക്കി വിളിച്ചോണ്ടിരിക്കുക. സാരമില്ല, തെറി വിളിക്കരുത്. ഇത്രയും നാളെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് ഫുഡ് കഴിച്ചിട്ട് പൈസ വാങ്ങിക്കുന്നത് ആദ്യമായിട്ട്. ഞാൻ ഹാഫ് കഴിച്ചല്ലേ, ഫുള്ളും കഴിച്ചിരുന്ന നമുക്ക് 16 ആക്കായിരുന്നു. പക്ഷേ വേണ്ടല്ലേ, ബാത്റൂം ഇരിക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ ഫാസ്റ്റ് ഫുഡ് സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞേക്ക്. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ഹാവ് ഫൺ, പീസ്.